ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്നൊരു പുതുപുത്തൻ സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് എപ്പിസോഡ്സ് ഉള്ള സ്റ്റോറിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് മനോജ്. എൻ്റെ നാട് എറണാകുളം ജില്ലയിലെ കടവന്ത്ര എന്ന സ്ഥലത്താണ്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് താജു എന്നാണ്. താജുവിൻ്റെ ഉമ്മ സഫൂറ ഉമ്മയുടെ പ്രായം പറയുകയാണെങ്കിൽ ഏകദേശം 43-44 വയസ്സൊക്കെ കാണും. ഓൻ്റെ ഉമ്മാനെ വളരെ നേരത്തെയാണ് ഓൻ്റെ ഉപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഉമ്മാക്ക് കല്യാണം കഴിക്കാൻ പ്രായത്തിലുള്ള ഒരു മോനുണ്ടായി. സഫൂറ ഉമ്മ കാണാൻ വെളുത്ത് അത്യാവശ്യത്തിന് വണ്ണമുള്ള ആരും നോക്കുന്ന സൗന്ദര്യത്തിനുടമയാണ്. കാഴ്ചയിൽ ഒരു 36 വയസ്സിനപ്പുറം ആരും പറയില്ല. ഭർത്താവ് ഷെരീഫ് സൗദിയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു. താജുവിനെ കൂടാതെ ഒരു മകളും കൂടിയുണ്ട്. അവർ നമ്മുടെ കഥയിൽ ആദ്യമില്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. താജു 26 വയസ്സ്, അവൻ്റെ ഭാര്യ സാബിറ 21 വയസ്സ് പ്രായം. സഫൂറാനെ പോലെ ഒരടാറും മൊഞ്ചത്തി ചരക്കാണ് സാബിറയും. അവരെ പോലെ പർദ്ദയിട്ട് മാത്രം പുറത്തു പോകൂ, അതും ലൂസുള്ള പർദ്ദ. കുറച്ച് ഓർത്തഡോക്സ് മനോഭാവമുള്ള കുടുംബമായതുകൊണ്ടാണ് അവരുടെ വേഷം അങ്ങനെ. താജുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഞാൻ. എന്ത് കാര്യവും അവൻ എന്നോട് പറയും. ഞാൻ പക്ഷേ അവനെ കൂടുതൽ കൂട്ടുകൂടാൻ കാരണം അവൻ്റെ വീട്ടിൽ പോയാൽ സഫൂറ ഇത്താനെ കാണാനും അവരെ എന്നും ഓർക്കാനുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് സഫൂറ ഉമ്മ എന്നും ഇത്ത എന്നുമൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മ ആണെങ്കിലും അവർ എന്നെ ഒരുപാട് മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവരെ കൊതിയോടെ നോക്കുന്നതല്ലാതെ വേറെ ഒന്നിനും തുനിയാതെ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് താജുവിൻ്റെ കല്യാണം റെഡിയായി ഓൻ്റെ ഉപ്പ ഷെരീഫിക്ക നാട്ടിൽ വന്നത്. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടാൻ മറ്റൊരു ഹൂറി കൂടി താജുവിൻ്റെ വീട്ടിൽ വന്നത്. അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളായി ഓൻ്റെ ഉമ്മായും ബീവിയും, 2 മൊഞ്ചത്തി ഹൂറികൾ. എന്നാലും ഓൻ്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മകൻ്റെ നല്ല കൂട്ടുകാരനായി ഒരു മകനെ പോലെ കാണുന്ന താജുവിൻ്റെ ഉമ്മാൻ്റെ മുന്നിലെത്തുമ്പോൾ ധൈര്യമില്ലാതെ നോർമലായി സംസാരിച്ച് തിരിച്ചു പോരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താജുവിന് അവൻ്റെ ബീവിയുടെ ഉപ്പ ഖത്തറിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. സത്യത്തിൽ എനിക്കത് ആദ്യം വലിയ വിഷമമുണ്ടാക്കി. അവൻ പോയാൽ പിന്നെ ആ വീട്ടിൽ പോകാനും സഫൂറ ഇത്താനെയും സാബിറാനെയും കാണാനും പറ്റില്ല എന്നോർത്ത്. പക്ഷേ എൻ്റെ വിഷമം 2 ദിവസം കൊണ്ട് സന്തോഷമായി മാറി. താജു പോകുന്ന അന്ന് അവൻ്റെ വീട്ടിൽ അവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയ എന്നോട് താജു യാത്ര ഇറങ്ങാൻ നേരം ചായ കുടിക്കുമ്പോൾ പറഞ്ഞു, എടാ മനോജെ, അറിയാലോ, ഉമ്മയും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. നീ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. കാറിൻ്റെ കീ നീ തന്നെ വെച്ചോ, ഞാനില്ലാത്തതിൻ്റെ കുറവ് വരുത്തരുത്. എൻ്റെ മനസ്സിൽ 1000 ലഡു പൊട്ടിയെങ്കിലും അത് കാണിക്കാതെ ഞാൻ പറഞ്ഞു, അത് പിന്നെ നീ പറയണോ? നീ പോയിട്ട് വിളിക്ക്, അവിടെ ചെന്നിട്ട് മറക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ സഫൂറ പറഞ്ഞു, മോനെ, അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ വിഷമിക്കണ്ട, അവൻ വന്നോളും. താജുവിനെ യാത്രയാക്കി ഞാൻ കാർ അവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. എൻ്റെ വീട്ടിലേക്ക് പോരാൻ നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് സഫൂറ ഇത്ത എന്നെ വിളിച്ചു. മനോജെ, നിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാനായിരുന്നു. താജു പോണ തിരക്കിൽ ഞാൻ വാങ്ങാൻ മറന്നു. ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു. ഇത്ത ഒന്ന് മിസ് കോൾ അടിച്ചോളൂ, ഞാൻ സേവ് ചെയ്യാം. അറിയാത്ത നമ്പർ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ എടുക്കില്ല, അതാ. അതിനെന്താ, ഇതാ മിസ്ഡ് അടിച്ച്, അതാണ് എൻ്റെ നമ്പർ, ഇനി എടുക്കാതെ ഇരിക്കരുത്. ഇല്ലിത്താ. അത് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം ക്ലബിൽ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഫൂറ ഇത്തായുടെ കോള് വരുന്നത്.
ഹലോ മനോജ് അല്ലേ? ഞാൻ സഫൂറ ഇത്താടാ. നീ എവിടെ? ഫ്രീ ആണോ? ആ പറഞ്ഞോളി ഇത്താ. നീ വീട്ടിലൊന്ന് വരൂ, ഒരു കാര്യമുണ്ടായിരുന്നു. വരാലോ. അത് പറഞ്ഞ് ഞാൻ താജുവിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നെ കാത്തിരുന്നത് പോലെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ഇത്താനെ കണ്ട് ഞാൻ എന്താ ഇത്താ, എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇത്താ പറഞ്ഞു, ഇവിടെ നിന്നിരുന്ന ജോലിക്കാരി അവളുടെ നാട്ടിൽ പോയി. താജുവിൻ്റെ ഉപ്പ വിളിച്ചിരുന്നു. ആൾക്ക് മരുമോളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിക്കുന്ന ഇഷ്ടമല്ല. വേഗം ഒരു ജോലിക്കാരിയെ വെക്കാനാണ് പറയുന്നത്. ഞാനിപ്പോൾ എവിടുന്നാ പെട്ടെന്നൊരാളെ കൊണ്ടുവരിക? ഞാൻ ചോദിച്ചു, ഇത്ത എന്താ പറഞ്ഞു വരുന്നത്? എടാ, അത് നിനക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ ജോലിക്ക് നിർത്താൻ പറ്റിയ പെണ്ണ്? ഇത്ത അങ്ങനെ ചോദിച്ചാൽ ഞാനൊന്ന് നോക്കട്ടെ. ഒരാളുണ്ടായിരുന്നു. ഏതായാലും ഞാനൊന്ന് അന്വേഷിച്ച് പറയാം. എടാ ഒന്ന് നോക്ക്, അതില്ലെങ്കിൽ വേറെ ആരെങ്കിലും. എന്നാ ശരി ഇത്ത. 2 ഹൂറികളെയും കാണാലോ എന്ന് കരുതിയാണ് ധൃതി പിടിച്ച് വന്നത്. താജു പോയതിൽ പിന്നെ സാബിറിനെ പുറത്തോട്ട് കാണാറില്ല. ഇത്ത ആണെങ്കിൽ തട്ടം കൊണ്ട് ദേഹം മുഴുവൻ മറച്ച് മൂടിയാണ് മുന്നിലേക്ക് വരുന്നത്. മുമ്പ് കാണാൻ പറ്റിയിരുന്ന കാഴ്ച പോലും കാണാൻ പറ്റാതെ അല്പം നിരാശയോടെ അവിടുന്ന് പോന്നു. എങ്കിലും മോഹം കൈവിടാതെ ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അവർക്ക് ഞാനിപ്പോൾ എവിടുന്നൊരു ജോലിക്കാരിയെ റെഡിയാക്കി കൊടുക്കും? ഒരാളെ നോക്കി ആൾ വേറെ ജോലിക്ക് കയറിയത് കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലേക്ക് മഞ്ജു ചേച്ചിയുടെ മുഖം തെളിഞ്ഞു വന്നത്. എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്താണ് അവരുടെ വീട്. ഭർത്താവ് പാതി തളർന്ന് കിടപ്പിലായതിൽ പിന്നെ പല വീട്ടിലും ജോലിക്ക് പോയിട്ടാണ് അവർ ജീവിക്കുന്നത്. കാണാൻ ഇരുനിറമാണെങ്കിലും അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ചെയ്ത് അത്യാവശ്യം മോഡേൺ ആയിട്ടാണ് നടത്തം. തളർന്നു കിടക്കുന്ന ഭർത്താവിനെ കൊണ്ട് ഒന്നും നടക്കാത്തത് കൊണ്ട് ചില ചില്ലൻ ചെറുപ്പക്കാരെ വളയ്ക്കാറുണ്ട് ചേട്ടത്തിയാർ. അവർക്കൊരു ഉപകാരം, ചേച്ചിക്കൊരു പലഹാരം എന്ന രീതിയിൽ സൈഡായി ക്യാഷ് ഉണ്ടാക്കലുമുണ്ട്. ഇടയ്ക്ക് ഞാനും ആ വഴിക്കൊക്കെ പോകാറുണ്ട്. ആ അടുപ്പം വെച്ച് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ചേച്ചി, ആരാ ഇത്? മനോജോ? ഈ വഴിക്കിപ്പോൾ വരാറില്ലല്ലോ, എന്തു പറ്റി? അത് ചേച്ചി, ഒരു കാര്യമുണ്ട്, കേട്ടിട്ട് പറ്റുമെങ്കിൽ പറ. എന്താടാ, വല്ല ഉടായിപ്പുമാണോ? ഉടായിപ്പൊന്നുമല്ല, ചില്ലറ തടയുന്ന കേസാ ചേച്ചി. ദൈവം മനോജിൻ്റെ രൂപത്തിലോ? എന്താ കാര്യം? ചേച്ചീൻ്റെ സന്തോഷം കണ്ട് ഞാൻ കാര്യം വേറെ ഒന്നുമല്ല. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ വേണം. അത്യാവശ്യം ക്യാഷുള്ള ടീമാണ്. അവനും അവൻ്റെ ഉപ്പയും ഗൾഫിലാണ്. ഉപ്പാക്ക് സ്വന്തമായി സൂപ്പർ മാർക്കറ്റാണ്. അവനിപ്പോൾ ഖത്തറിൽ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങി. നല്ല ക്യാഷാണ്. നീ വളച്ചു നീട്ടാതെ കാര്യം പറ മനോജേ. ചേച്ചിക്ക് അവിടെ വീട്ടുജോലിക്ക് വരാൻ പറ്റുമോ? കാശ് എത്ര കിട്ടും? ചേച്ചിക്ക് എത്ര വേണം? അതിനെന്താണ്, ചെയ്യുന്ന പണി അറിയണം. അടുക്കളപ്പണി മാത്രമാണോ അതോ വീട്ടുജോലി മൊത്തം ചെയ്യണോ? വീട്ടുജോലി മൊത്തം ചെയ്യണം. അതുമാത്രമല്ല, അവിടെ നിൽക്കേണ്ടിയും വരും. അയ്യോ, നിൽക്കാനോ? അത് പറ്റില്ല. അപ്പോൾ ചേട്ടനെ ആരാ നോക്കുന്നേ? ചേച്ചി പറയുന്ന കാശ് കിട്ടും, ആലോചിക്കേ. എന്നാൽ ഞാൻ ചേട്ടൻ്റെ പെങ്ങളെ ഒന്ന് വിളിക്കട്ടെ. അവൾ വാടകയ്ക്കാണ് താമസം. ഇപ്പോൾ വാടക കൊടുക്കാനും വരുമാനമില്ല. ഇവിടെ ചേട്ടനെ നോക്കുമെങ്കിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. മഞ്ജു വരാൻ ഓക്കെയായി. എടാ, ക്യാഷ് എത്രയെന്ന് പറഞ്ഞില്ല. 1 മിനിറ്റ് ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇത്താനെ വിളിച്ച് കാര്യം പറഞ്ഞു. എടാ, അവൾ എത്രയാ ചോദിക്കുന്നത്? ഇത്ത, അവർ ചോദിക്കുന്നത് 30,000 അതിത്തിരി കൂടുതലല്ലേ? അത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ് സമ്മതിച്ചത്. ഇത്ത പറഞ്ഞു, മനോജേ, നീ ഒന്നുകൂടി സംസാരിച്ച് നോക്ക്, കുറയ്ക്കാൻ പറ്റിയാലോ.
ഇനി കുറയ്ക്കുന്നില്ലെങ്കിലും നീ അവളെ വിടണ്ട. ഇന്ന് തന്നെ പോരാൻ പറ്റിയ നീ കൂടെ കൊണ്ടുപോരെ. ഫോൺ വെച്ച് ഞാൻ ചോദിച്ചു, ചേച്ചി 30-ൽ കുറയ്ക്കാൻ പറ്റില്ലേ? എടാ, ഞാൻ ചേട്ടനെ വിട്ടാണ് വരുന്നത്. പോരാത്തതിന് നിനക്കറിയില്ലേ, എന്നെ മോഹിച്ചു വരുന്നവർ തരുന്ന കാശും മറ്റും, അതൊക്കെ വിട്ടാണ് ഞാൻ വരുന്നത്. ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ ചേച്ചീനെ തേടി വന്നത്. മനസ്സിലായില്ലടാ. അവിടെ ഇപ്പോൾ ഇത്തയും കൂട്ടുകാരൻ്റെ ഭാര്യ സാബിറയും മാത്രമേ ഉള്ളൂ. രണ്ടും ഒടുക്കത്തെ ഭംഗിയാ. ഞാൻ ഒരുപാട് കാലമായി മോഹിക്കുന്നതാ ഇത്താനെ. പക്ഷേ അവസരം കിട്ടുന്നില്ല. ചേച്ചി വിചാരിച്ച ചിലതൊക്കെ നടക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. അതുമാത്രമല്ല, വേറെ ചില ചില്ലറ ലാഭങ്ങളും ചേച്ചിക്ക് കിട്ടുമെന്ന് കൂട്ടിക്കോ. എടാ, നീയാള് കൊള്ളാലോ. അത് പ്രശ്നമാകില്ലേ? പെട്ടെന്ന് വേണ്ട. ആദ്യം ചേച്ചി അവരെ എനിക്കൊന്ന് സെറ്റാക്കിത്താ, ബാക്കി പിന്നീട്. എടാ, നീ എന്നെ കൊണ്ടുപോയി പെടുത്തുമോ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. സെറ്റായാൽ പിന്നെ ചേച്ചിക്ക് ഇത്താനെയും മരുമോളെ അടിമയാക്കി ആ വീട്ടിൽ റാണിയായി വാഴാം. നിനക്കെന്താടാ കൂട്ടുകാരനോട് ഇത്ര ദേഷ്യം? ദേഷ്യമൊന്നുമില്ല. ഞാൻ അവൻ്റെ കൂട്ടുകാരനായത് തന്നെ ഇത്താനെ എന്നും കണ്ട് രസിക്കാൻ വേണ്ടിയാണ്. നീ പറഞ്ഞിട്ട് ആ ഇത്താനെ കാണാൻ എനിക്കും കൊതിയായി. എന്നാൽ ഇന്ന് തന്നെ പോകാമല്ലേ? ഇന്ന് പറ്റില്ല. ചേട്ടൻ്റെ പെങ്ങൾ വന്നിട്ട് ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നാളെ വരാം. ശരിയെന്നാ, ഞാൻ നാളെ രാവിലെ വരാം. പിറ്റേന്ന് രാവിലെ ഞാൻ ചേച്ചീനെ കൂട്ടി ദാജുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഗേറ്റ് തുറന്ന് കാർ നിർത്തി. ചേച്ചി ഇറങ്ങി. ഇൻ്റർലോക്ക് പതിച്ച വലിയ മുറ്റത്തിൻ്റെ സൈഡിൽ ചെറിയ ഗാർഡൻ ഉണ്ടാക്കിയ ചെടികൾ നിറഞ്ഞ 2 നില വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ അടുത്തേക്ക് നോക്കി. എടാ മനോജേ, ഇവിടെ ആരുമില്ലേ? നല്ല ഭംഗിയുള്ള വീട്. വീട് ഇഷ്ടമായോ? ഇത്താ നമ്മൾ വന്നതറിഞ്ഞു കാണില്ല. കോളിംഗ് ബെൽ അടിച്ച് ഞാൻ ഇത്താനെ വിളിച്ചു. അകത്ത് നിന്ന് ശബ്ദം. ഇതാ വരുന്നു മനോജേ, നീ രാവിലെ വരുമെന്ന് കരുതിയില്ല. വാതിൽ തുറന്ന് സഫൂറ ഇത്ത. വാ, കയറിയിരിക്കും മനോജ്. ഇതാണ് നീ പറഞ്ഞ ആളല്ലേ? എന്താ പേര്? മഞ്ജു, ചേച്ചി പറഞ്ഞു. ഇത്ത ചോദിച്ചു, മഞ്ജുവിൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയതാ? പെട്ടെന്ന് ഒരു സ്ട്രോക്ക് ഉണ്ടായിത്ത. അള്ളാ സുഖപ്പെടുത്തട്ടെ. വേറെ എന്താ ഞാൻ പറയുക? അപ്പോൾ മനോജ് ഇടപെട്ടു. ഇത്ത, എന്നാ ഞാൻ പോട്ടെ. നിനക്കെന്താ ഇത്ര തിരക്ക്? മറ്റേത് താജു വിളിച്ചാൽ പോകാൻ തിരക്ക് കൂട്ടാത്തതാണല്ലോ. ഇത്താക്ക് ജോലിക്കാരിയെ കിട്ടിയില്ലേ? നീ ഇവൾക്കുള്ള റൂം ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് പൊക്കോ. മുന്നേ മോള് വരുമ്പോൾ കിടന്നിരുന്ന റൂമാണ്. ഒറ്റയ്ക്ക് താമസം മാറിയതിൽ പിന്നെ അവൾ നിൽക്കാറില്ല. അതുകൊണ്ട് റൂം അങ്ങനെ കിടക്കാണ്. ഞാൻ ആ റൂം അടിച്ചു വാരാറുമില്ല. ഞാൻ ശരിയെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട് ചേച്ചി ഇത്തയും സാബിറയുമായി അടുത്തു. വീട്ടുജോലികൾ വൃത്തിയായി ചെയ്ത് നല്ല ഭക്ഷണമുണ്ടാക്കി വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയി. അതിനിടയിൽ എൻ്റെ നിർദ്ദേശപ്രകാരം ചേച്ചി ഇത്തയുമായി സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. താജുവിൻ്റെ റൂം മുകളിലെ നിലയിലായതുകൊണ്ട് ഭക്ഷണം കഴിച്ച് അവൾ റൂമിലേക്ക് പോയാൽ പിന്നെ ഇത്തയും ചേച്ചിയും മാത്രമായി. അങ്ങനെ ആദ്യം ആഴ്ചത്തെ ലീവിന് വീട്ടിൽ പോയി വന്ന ദിവസം രാത്രി സാബിറ റൂമിലേക്ക് പോയ ശേഷം സഫൂറ ഇത്ത ഷെരീഫിക്കയുമായി ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞ് വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അടുത്തേക്ക് ചെന്ന് ചേച്ചി ചോദിച്ചു, എന്താ ഇത്ത വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമല്ല മഞ്ജു. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി, അതാ ചോദിച്ചത്. നിന്നെ കെട്ടിയോൻ എങ്ങനെയാ, വഴക്ക് പറയാറുണ്ടോ? അങ്ങേരൊരു പാവമാണിത്ത. കിടപ്പിലായതിൽ പിന്നെ എന്നോട് സ്നേഹം കൂടുതലായിട്ടുള്ളൂ, ഇത്ത പറഞ്ഞു.
ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വേണ്ടായിരുന്നു തോന്നി. 20 വർഷമായി ഇക്ക പോക്ക് തുടങ്ങിയിട്ട് ആകെ കൂടി ജീവിച്ചത് 5 വർഷം. അത് പറയുമ്പോൾ അങ്ങേർക്ക് പറ്റുന്നില്ല. ജീവിക്കാൻ വേണ്ടിയല്ലേ, നിനക്കെന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. പണം മാത്രമാണോ ജീവിതം? വേറെ എന്തെല്ലാമുണ്ട്? നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇത്താ, എല്ലാം സഹിക്കാനായി പിറന്നവർ. ശരിക്കും ഈ ഭർത്താവ് അറിയാതെ കാമുകനെ തേടി പോകുന്ന ഒരു പെണ്ണിനെ തെറ്റുകാരി എന്ന് പറയാൻ പറ്റില്ല. മോളെ, നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ എന്ന് കരുതി തെറ്റ് തെറ്റല്ലാതെ ആകില്ല. ഇത്താ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. നീ കാര്യം പറ പെണ്ണേ. ഒന്നുമല്ല, ഇക്ക അവിടെ വേറെ പെണ്ണുങ്ങളെ നോക്കുന്നില്ലെന്ന് എന്താ ഉറപ്പ്? എൻ്റെ അടുത്തുള്ള വീട്ടിലെ ഇക്ക ഗൾഫിൽ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉള്ളതറിയുന്നത് വർഷങ്ങൾ കഴിഞ്ഞാണ്. സഫൂറ ഇത്താൻ്റെ മനസ്സിലേക്ക് കനൽ വാരിയിട്ട് മഞ്ജു ആദ്യം തുടക്കം കുറിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുമോ? എൻ്റെ ഇക്ക അങ്ങനെ ചെയ്യില്ല. ഇത് തന്നെയായിരുന്നു എൻ്റെ അയൽവാസിയും ആദ്യം പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞതിത്താ, നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചിട്ട് എന്തിനാ? അവസരം കിട്ടുവാണെങ്കിൽ നല്ല ചുള്ളൻ ചെക്കന്മാരെ നമ്മളും വളയ്ക്കണം. മഞ്ജു എന്താ പറയുന്നത്? തെറ്റാണ്, അങ്ങനെയൊന്നും ചിന്തിച്ചൂടാ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇത്താ ചിന്തിച്ചു നോക്ക്. അന്ന് രാത്രി ഉറക്കം വരാതെ സഫൂറ ബെഡിൽ കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ മഞ്ജു, ഇത്താ വീട്ടിൽ സാധനം തീരാനായി ഇത്താ. ഇത്താ ഉറക്കെ വിളിച്ചു, മോളെ സാബിറ. എന്താ ഉമ്മ? എടി, സാധനത്തിന് ലിസ്റ്റ് ഇട്, ഞാൻ മനോജിനെ വിളിക്കട്ടെ. ഇത്താൻ്റെ കോൾ വന്ന ഉടനെ ഞാൻ താജുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഉമ്മ, നിങ്ങൾ പോകുന്നില്ലേ? സാബിറ ചോദിച്ചു. ഇത്താ പറഞ്ഞു, അവൻ പോയി കൊണ്ടുവന്നോളും, നീ ലിസ്റ്റ് കൊണ്ടുവാ. സാബിറ, അതുമ്മ, എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഉമ്മ പോയാലല്ലേ അത് വാങ്ങാൻ പറ്റൂ. സഫൂറ ഇത്ത, ഓ ഞാനത് മറന്നു. ഞാൻ പർദ്ദ എടുത്തോട്ടെ, നീ അവൻ വന്നാൽ ഇരിക്കാൻ പറയണം. ഞാൻ മനഃപൂർവ്വം മുണ്ടുടുത്താണ് വന്നത്. അവരെ ഇന്നലെ ചേച്ചി ഒന്ന് ഇളക്കി വിട്ടതുകൊണ്ട് എൻ്റെ വഴിക്ക് ഞാനും ഒന്ന് ശ്രമിക്കാമെന്ന് കരുതി. സാധനം വാങ്ങി തിരിച്ചു വരുമ്പോൾ കാറിൻ്റെ പിറകിൽ മൊത്തം സാധനമായതുകൊണ്ട് ഇത്താ മുന്നിലാണിരുന്നത്. പർദ്ദ ആണ് ഇട്ടതെങ്കിലും അവർ തൊട്ടടുത്ത് വന്നിരുന്നപ്പോൾ ഒരു പ്രത്യേക സുഗന്ധം. കാറിൻ്റെ ഗ്ലാസ് കയറ്റിയിട്ട് AC ഓൺ ചെയ്തത് കൊണ്ടുള്ള തണുപ്പും ഇത്താടെ അത്തറിൻ്റെ മണവുമെല്ലാം എന്നിൽ അസ്വസ്ഥത ഉളവാക്കി. ഇത്ത കാണാതെ അവരുടെ ലൂസുള്ള പർദ്ദയിലോട്ട് എൻ്റെ കണ്ണുപോയി. ഡ്രൈവിംഗ് ചെയ്യുന്നതിനൊപ്പം ഇത്ത കാണാതെ ഇത്തയുടെ മൊഞ്ച് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരുന്നു. താജുവിൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടുകാര്യങ്ങളും സംസാരിച്ച് സമയം പോയിക്കൊണ്ടിരുന്നു. ഞാൻ കാറ് പതുക്കെ ഡ്രൈവ് ചെയ്തു. സംസാരിക്കുമ്പോൾ അവരുടെ തേനൊലിക്കുന്ന ചെഞ്ചുണ്ട് നോക്കി വെള്ളമിറക്കി ഡ്രൈവിംഗ് തുടരുമ്പോൾ ജൂനിയർ മനോജ് വല്ലാണ്ട് ബഹളം വയ്ക്കുന്നു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇത്താടെ നോട്ടം എന്നിലേക്കും പാളുന്നുണ്ട്. ഒളികണ്ണിട്ട് ഇത്ത എന്തൊക്കെയോ നോക്കുന്നുണ്ട്. വീട്ടിലെത്തി ഞാൻ കാറ് നിർത്തി. ഇത്ത ഇറങ്ങിയ ശേഷം കോൾ വന്നതുപോലെ അടുത്ത് വെറുതെ സംസാരിച്ചു. ഹലോ അമ്മേ, എന്ത് പണിയാ ചെയ്തത്? എൻ്റെ എല്ലാ കുപ്പായവും അലുക്കാനിട്ടോ? സംസാരിക്കുമ്പോഴും എൻ്റെ നോട്ടം നടന്നു നീങ്ങുന്ന ഇത്താൻ്റെ പിന്നിലേക്കാണ്. പെട്ടെന്ന് ഇത്ത തല വെട്ടി തിരിച്ച് എന്നെ നോക്കി. ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി. ഇത്ത പറഞ്ഞു, മനോജെ, നീ ഇത് ഇറക്കിയിട്ട് എൻ്റെ റൂമിലെ ബാത്റൂമിൽ ഒരു ബൾബ് ഇട്ട് തരണം. അവിടെ വെളിച്ചമില്ല, രാത്രി ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാ. ശരി ഇത്ത. അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. വെറുതെ അവർക്ക് സംശയം വരാതെ ഇരിക്കാൻ അങ്ങനെ പറഞ്ഞ് ഫോൺ പോക്കറ്റിലിട്ടു.
സാധനമെല്ലാം അകത്തേക്ക് വെച്ച് ഞാൻ ഇത്താൻ്റെ റൂമിലെ ബാത്റൂമിൽ കയറി. ഇത്താ, ആ ചേച്ചീനെ വിളിക്കോ? എന്തിനാ അവളെ വിളിക്കുന്നേ? ഈ ഏണി ഒന്ന് പിടിക്കാൻ, ടൈലല്ലേ, സ്ലിപ്പായാലോ. നീ കയറ് മനോജ്, ഞാൻ പിടിച്ചോളാം. ബൾബ് മാറ്റിയെടുക്കുമ്പോൾ അവർ അറിയാതെ താഴേക്ക് നോക്കുമ്പോൾ ഇത്ത എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. താഴെ ഇറങ്ങി ഇത്തയുടെ മുഖത്തെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. ചേച്ചീൻ്റെ വാക്കും എൻ്റെ ഇന്നത്തെ ദർശനവും കൊണ്ട് ഇത്താൻ്റെ താളം തെറ്റുന്നുണ്ട്. അന്ന് രാത്രി പതിവ് പോലെ സാബിറ കിടക്കാൻ പോയ ശേഷം പണി തീർത്ത് കിടക്കാൻ തിരക്കിട്ട് പോകുന്ന ചേച്ചീനെ വിളിച്ച് തൻ്റെ അടുത്ത് പിരിച്ചിരുത്തി ഇത്ത. എന്താ മഞ്ജു, ഇന്ന് നേരത്തെ കിടക്കാണോ? നേരം ഒരുപാടായില്ലേ ഇത്ത? ഞാൻ മഞ്ജുമോള് ഇന്നലെ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്താ ഇത്ത, മനസ്സിലായില്ല? ഇത്താൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ വേണ്ടി മഞ്ജു ചേച്ചി ചോദിച്ചു. അല്ല, ആണുങ്ങൾ കല്യാണം കഴിച്ചാലും വേറെ പെണ്ണുങ്ങളെ നോക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതിനും ഒന്നും മടിക്കില്ല. നമ്മൾ അവർക്ക് വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞു വയ്ക്കും. ശരിക്കും മോള് പറഞ്ഞതുപോലെ ജീവിക്കുന്നതാണ് ശരി. ഇത്ത, ഞാൻ പറഞ്ഞപ്പോൾ ഇത്താക്ക് തെറ്റായി അല്ലേ തോന്നിയത്? ഇത്ത പറഞ്ഞു, അത് പിന്നെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? അപ്പോൾ നമ്മൾ ചെയ്തത് തെറ്റായി എന്നല്ലേ പറയുക? സത്യം അവർക്കറിയില്ലല്ലോ. ചേച്ചി പറഞ്ഞു, ഇത്ത, അതിനാരും അറിയാതെ വേണം എന്തും ചെയ്യാൻ. ചിലർ കുടുംബത്തിൽ നിന്നുള്ളവരെ നോക്കും, ചിലർ പുറത്തു നിന്ന് അടുത്തറിയുന്ന ആരും സംശയം തോന്നിക്കാത്ത ആളുകളെ നോക്കും. ഇത്ത ചോദിച്ചു, മഞ്ജു, നിന്റെ കെട്ടിയോൻ കിടപ്പിലായിട്ട് നീ ആരെയെങ്കിലും ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? അത് പറഞ്ഞാൽ എന്നെ ഇത്ത ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ? ഇല്ലടി പെണ്ണെ, നീ പറ. ചേച്ചി കുണുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കള്ളിയായിത്ത, എല്ലാം തെറ്റെന്ന് പറയും, എന്നിട്ടെല്ലാം അറിയുകയും വേണം. നീ പറയുന്നുണ്ടോ പെണ്ണെ? ഞാനങ്ങനെ നോക്കിയിട്ടുണ്ട് ഒരാളെ. ആരാ മഞ്ജു ആള്? ഇത്ത അതറിഞ്ഞിട്ട് എന്തിനാ? ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല പെണ്ണെ. അത് പറഞ്ഞ പ്രശ്നമാണിത്ത. മനോജാണോ? ഉടനെ ഇത്ത ചോദിച്ചു. ഇത്ത, എന്താ അങ്ങനെ ചോദിച്ചത്? ആണോ അല്ലയോ, നീ അത് പറ. ഇത്താക്ക് നോട്ടമുണ്ടോ? ആരും അറിയില്ലത്ത. മഞ്ജു, അവൻ എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ്. സാബിറ എങ്ങാനും അറിഞ്ഞ? ചേച്ചി, നാളെ രാത്രി ഞാൻ അവനോട് വരാൻ പറയാം. ഓൾ ഉറങ്ങാൻ പോയാൽ പിന്നെ താഴേക്ക് വരില്ലല്ലോ, പിന്നെന്താ? അടുത്ത ദിവസം രാവിലെ ചേച്ചിയുടെ കോൾ. എടാ മനോജ്, നീ ആഗ്രഹിച്ച ദിവസം എത്തി. ഇന്ന് നിന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. സത്യമാണോ ചേച്ചി? അതേടാ. താങ്ക്സ് ചേച്ചി. അന്ന് രാത്രി എൻ്റെ ആവശ്യപ്രകാരം സഫൂറ ഇത്ത പർദ്ദ ഉടുത്ത് ഒരുങ്ങി നിന്ന് എല്ലാം സെറ്റായപ്പോൾ ഞാൻ താജുവിൻ്റെ വീട്ടിൽ കയറി മഞ്ജു ചേച്ചീനെ കാവൽ നിർത്തി അവൻ്റെ ഉമ്മാൻ്റെ റൂമിൽ കയറി കതകടച്ചു. ഇത്ത, എന്തിനാ നാണിക്കുന്നത്? ഇത്താക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എന്നോട് പറയാമായിരുന്നു. വെറുതെ ആ ചേച്ചീനെ അറിയിച്ച്. മനോജ്, എനിക്ക് പേടിയാകുന്നു. നീ ആരോടും പറയരുത്. ഇല്ലിത്ത, സാധനം വാങ്ങാൻ പോകുമ്പോൾ ഈ പർദ്ദ ഉടുത്ത് കണ്ടപ്പോൾ ഞാൻ കരുതിയില്ല ഇത്താനെ ഇങ്ങനെ അടുത്ത് കിട്ടുമെന്ന്. വാ ഇത്ത, ഇങ്ങോട്ട് അടുത്തിരിക്കേ. ആദ്യമായി ഭർത്താവല്ലാതെ അന്യപുരുഷൻ്റെ മുന്നിൽ, അതും തൊട്ടടുത്തിരുന്ന സഫൂറാനെ തട്ടമിട്ട് പുറത്തു പോകുമ്പോൾ ഒരുങ്ങിയതുപോലെ ഒരുങ്ങിയിരിക്കുന്ന അവരെ എൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി. റൂമിൽ അത്തറിൻ്റെ പരിമളം പരന്നു. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വിത്ത് ലവ്, അലീന.